പലരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് സ്കിന്നിനകത്തുണ്ടാവുന്ന ഡെഡ് സ്കിൻ. അത് തുടച്ചു മാറ്റാൻ ഒരു അടിപൊളി ഒരു ക്രീം വിത്ത് ഒരു മോയ്സ്ചറൈസർ ഞാൻ പറഞ്ഞു തരട്ടെ. നമുക്ക് വേണ്ടത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കണം. അങ്ങനെ അലവേറ ജെല്ല് ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത്. അത് 2 ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ വേണ്ടത്. അതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജെല്ലി രീതിയിലായിട്ട് നമ്മുടെ സംഭവം കിടക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കണം. വിറ്റാമിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹാരം കണ്ടെത്താനാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വിറ്റാമിൻ സ്കിന്നിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. മറ്റുള്ള കാര്യങ്ങൾ കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. അതിനുശേഷം അതിലേക്ക് ഗ്ലിസറിനാണ് നമ്മൾ ചേർത്തത്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇവിടെ തണുപ്പായതുകൊണ്ടാണ് നല്ലപോലെ കട്ടയായി പിടിച്ചത്. അങ്ങനെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഡെഡ് സ്കിന്നൊക്കെ ഇല്ലാതാക്കാൻ നമ്മുടെ റോസ് വാട്ടറിൽ നിന്ന് സാധിക്കുന്നതാണ്. റോസ് വാട്ടർ 1 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നല്ലപോലെ മിക്സ് ആക്കണം. ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഈ ഒരു കട്ടയായിട്ട് മാറുന്നത് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയുടെ കുപ്പി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ രീതിയിലാണ് ഞാൻ ഉരുക്കിയെടുത്തിട്ടാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അടിപൊളിയാണ് ഈ ഒരു ക്രീം. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും പുറത്ത് കേടുകൂടാതെ ഒരാഴ്ച വരെ ഇരിക്കും. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ഫുൾ ബോഡിയിലും ഫേസ് സ്കിന്നിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റം നേടാൻ സാധിക്കുന്നതാണ്. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കൈകളിൽ ഉണ്ടാകുന്ന ചുളിവ്. അതെല്ലാം മാറ്റാൻ നിങ്ങൾക്ക് ഈ ഒരു ക്രീമിൽ നിന്ന് സാധിക്കും. ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക്. നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ക്രീം ഇതേ രീതിയിൽ വേണമെങ്കിലും വെക്കാം. അതല്ലെങ്കിൽ എയർ കയറാത്ത ഒരു ടിന്നിനകത്തിട്ട് വേണമെങ്കിലും സൂക്ഷിക്കാം. പുറത്ത് വെക്കുവാണെങ്കിൽ ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ 1-2 മാസം വരെയും കേടുകൂടാതെ ഇരിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ക്രീം. എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള ഒരു മാറ്റം കാണിക്കാം. എൻ്റെ കൈകൾക്ക് നല്ല പോലെ ചുളിവുണ്ടായിരുന്നു. ഈ ഒരു ക്രീം ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ചുളിവെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ ടാൻ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൈകളിൽ ഇട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഇട്ടതിന് ശേഷം 1 മിനിറ്റ് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൻ്റെ കോശങ്ങളിലേക്ക് നല്ല പോലെ ഇറങ്ങിച്ചെല്ലും. കൈകളിലാണെങ്കിലും കാലുകളിലാണ് ഇടുന്നെങ്കിലും നിങ്ങൾ 1 മിനിറ്റ് മസാജ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് നോക്കണം. മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഉണങ്ങാൻ വേണ്ടി ഞാൻ ഒരു 3 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ക്രീം നൈറ്റാണ് ഉപയോഗിക്കേണ്ടത്. നൈറ്റ് ഇട്ടതിന് ശേഷം രാവിലെ ആകുമ്പോൾ നിങ്ങൾ റിമൂവ് ചെയ്താൽ മതി. സ്കിന്നിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ക്രീം. എന്തായാലും ഞാൻ 3 മിനിറ്റിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങളെ കാണിക്കാം. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു തുണി വെച്ചിട്ടാണ് തുടച്ച് നിങ്ങളെ കാണിക്കുന്നത്. തുടച്ചപ്പോൾ ഉള്ള സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡ് കൂടിയത് കണ്ടോ. സ്കിൻ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ മാറ്റവും കിട്ടിയിട്ടുണ്ട്. 2 കൈയും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടോ. എന്തായാലും ഇത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കല്ലേ.